നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. കടുത്ത വേനലിൽ ചക്കയും മാങ്ങയും സുലഭമായതോടെ കാടുകുറ്റിയിൽ തമ്പടിച്ച് വാനരപ്പട. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. അന്നമനട പ്രണവം സംഗീത സഭയുടെ 35ാമത് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കടുത്ത വേനലിൽ ചക്കയും മാങ്ങയും സുലഭമായതോടെ കാടുകുറ്റിയിൽ തമ്പടിച്ച് വാനരപ്പട. കാടുകുറ്റി പഞ്ചായത്തിലെ 6ാം വാർഡിലെ വിവിധ പ്രദേശങ്ങളിലാണ് 6ഓളം കുരങ്ങന്മാർ വിലസുന്നത്. കൗതുകത്തിന് നൽകുന്ന ഭക്ഷണം പിന്നീട് കിട്ടാതെ വരുമ്പോൾ ഇവ ആക്രമണത്തിലേക്ക് തിരിയുന്ന അവസ്ഥയാണ്. വനം വകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും കുരങ്ങുകളെ ഉപദ്രവിക്കരുതെന്നും വാർഡ് മെമ്പറും കാടുകുറ്റി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ PC അയ്യപ്പൻ പറഞ്ഞു. ചക്കയും മാങ്ങയും കിട്ടാതെ വരുമ്പോൾ കുരങ്ങുകൾ പുഴയോരം ചേർന്ന് കാട്ടിലേക്ക് ചേക്കേറുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. പാലക്കാട് 41 ഡിഗ്രിയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രിയും വരെ ചൂടുയരും. സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാനും സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മെയ് 1 വരെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം മടത്തുംപടി ശാഖയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. മടത്തുംപടി മാമാശുപത്രി, പാലക്കാട് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. നിരവധി ആളുകൾ ക്യാമ്പിൽ ചികിത്സ തേടി. വാർത്തകൾ തുടരുന്നു. അന്നമനട പ്രണവം സംഗീത സഭയുടെ 35ാമത് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. പ്രണവം സംഗീത സഭ പ്രസിഡന്റ് TN സുശീലൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദിൽ നിന്നും പ്രണവ പുരസ്കാരം അന്നമനട മുരളീധര മാരാർ ഏറ്റുവാങ്ങി. വിൽസൺ, അന്നമനട ബാബുരാജ്, N സതീശൻ, ഹരിദാസ്, അന്നമനട വാർഡ് മെമ്പർ KK രവി, നമ്പൂതിരി, MK രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വികസിത മേഖലകൾ തച്ചുടയ്ക്കുന്ന അശാസ്ത്രീയ തീരദേശ ഹൈവേ നിർണയം മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യം. എറിയാട് അനിശ്ചിതകാല സായാഹ്ന ധർണ തുടരുന്നു. എറിയാട് പഞ്ചായത്തിലെ ഏറ്റവും ജനസാന്ദ്രമായ പ്രദേശത്തെ ഏറ്റവും വികസിതമായ ഏകദേശം 500 കോടിയിലധികം രൂപ വരുന്ന വ്യാപാര വ്യവസായ വാണിജ്യ കെട്ടിടങ്ങൾ ഇല്ലാതാക്കി 100-ലധികം വർഷം പഴക്കമുള്ള എറിയാട്, പേ ബസാർ, മേനോൻ ബസാർ തുടങ്ങിയ പ്രദേശങ്ങളിലെ അങ്ങാടികളും അതിനോടൊപ്പം വികസനം പ്രാപിച്ച ചേരമാൻ, ആറാട്ടുവഴി, ലൈറ്റ് ഹൗസ്, പുത്തൻപള്ളി ബസാറുകളും പരിപൂർണമായും ഇല്ലാതാക്കി 300-ലധികം വരുന്ന വ്യാപാരികൾക്ക് കച്ചവട സ്ഥാപനങ്ങളും തൊഴിലുകളും നഷ്ടപ്പെടുന്നു. അതിൽ ജോലി ചെയ്യുന്ന 1000-ലധികം വരുന്ന തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുത്തി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന എറിയാട് മുതൽ അഴീക്കോട് വരെയുള്ള 4.5 കിലോമീറ്റർ തീരദേശ ഹൈവേ അലൈൻമെന്റ് മാറ്റി സ്ഥാപിക്കണമെന്ന് കഴിഞ്ഞ 12 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല സായാഹ്ന ധർണ എറിയാട് സൗഹൃദവേദി പ്രസിഡന്റായ PA കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് AA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. VMA കരീം, KK അബു, PA ബാബു, അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ, KM ഷൗക്കത്ത്, സിദ്ദിഖ് പഴങ്ങാടൻ, സലാം അയ്യാരിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. കടുത്ത വേനലിൽ ചക്കയും മാങ്ങയും സുലഭമായതോടെ കാടുകുറ്റിയിൽ തമ്പടിച്ച് വാനരപ്പട.
സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. അന്നമനട പ്രണവം സംഗീത സഭയുടെ 35ാമത് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.